എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ സ്വാഗതത്തിന് എന്താ ഇത്ര കട്ടിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഈ സ്വാഗതത്തിന് ഇത്തിരി കട്ടി കൂടുതലാണ്. സംഭവം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന വഴി മറക്കുന്നവരാണ് ചില ആളുകൾ എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കുതിച്ചൊരു കയറ്റമാണ്. പിന്നെ അങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് അവർ പിന്നിൽ ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ല. തങ്ങളുടെ പഴയ കാലം എങ്ങനെയായിരുന്നു, തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും ആരും നോക്കില്ല. ചില പുത്തമ്പണക്കാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കി കൊടുത്തായിരിക്കും അവർ നല്ല രീതിയിലെത്തുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒടുക്കത്തെ ഡമ്പാണ്. ആ വന്ന കാലം എങ്ങനെയാണെന്ന് ഒന്ന് ഓർക്കാൻ പോലും കാത്തിരിക്കില്ല. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ആരെ പറ്റിയാണെന്ന് വെച്ചാൽ പുതിയതൊന്നുമല്ല, ആളിമണി പഴയതാണ്. നമ്മുടെ ബാലാമണിത്താത്തയുടെ കാര്യമായിട്ടോ പറഞ്ഞത്, മറ്റാരുടെയും കാര്യമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാ ഈ പുത്തൻ എന്ന്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരെയാണ് പുത്തൻ പണക്കാരിയായിട്ട് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കാണാണ്ട് വന്നിട്ട് ഒറ്റ മനുഷ്യരും കമൻ്റ് ഇടാനായിട്ട് വരരുത് കേട്ടോ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ എനിക്കറിയാം. വീഡിയോ കാണാണ്ടിരുന്നിട്ട് വന്ന് കമൻ്റ് ഇട്ടിട്ട് ഹായ് ഹൂയി എന്ന് പറയും. നോക്കിക്കോ, ഇനി അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ നല്ല 8ൻ്റെ പണി തരും. വെറുതെ കേട്ടോ, അങ്ങനെ ഒന്നും 8ൻ്റെ 9ൻ്റെ പണിയൊന്നും തരില്ല. വെറുതെ പറയുന്നതാണ്, സ്നേഹം കൊണ്ട് പറയുന്നതാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ആദ്യം തന്നെ അതൊന്ന് ചെയ്തു വെച്ചോ. പിന്നീടത്തേക്ക് വെച്ചിരുന്നാൽ നിങ്ങളും മറക്കും, പറയാൻ ഞാനും മറക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വീടിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഓരോന്ന് കാണുന്ന മനുഷ്യർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ വീട്ടിൻ്റെ ജീർണിതമായിട്ടുള്ള ഒരവസ്ഥ എത്രത്തോളമാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ശരിയാണ് പറയുന്നത്, ഞങ്ങൾക്ക് 5 സെൻറ്റ് പുരയിടേ ഉള്ളൂ. അതിനകത്തൊരു ചെറിയ വീടാണുള്ളത്. നമ്മളെല്ലാവരും ചെറിയ വീടാണെങ്കിലും ഈ ഒരു ചെറിയ വീട്ടിൽ നമ്മൾ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വന്നു കഴിഞ്ഞാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയുന്നൊരു ഫാമിലിയാണ്. അത്ര വലിയ ഫാമിലിയൊന്നും അല്ല, എന്നാലും നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല. ഇവിടെ നമ്മുടെ ബാലാമണി താത്ത വന്നിട്ട് നമ്മുടെ പ്രിയയെ എല്ലാവർക്കും അറിയാലോ. അന്ന് ഗുരുവായൂർ വെച്ച് പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് പ്രിയയുമായിട്ടായിരുന്നു ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. അതിനുശേഷം പ്രിയയും ഈ ബാലാമണി താത്തയും കൂടി തമ്മിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു രണ്ടാളും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു വിഷയം അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയയുടെ ചാനലിൽ വന്നിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കണം, അതിന് കുറച്ച് അർക്കറിലെയോ അങ്ങനെ ഏതാണ്ടൊരു എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. എനിക്കതിൻ്റെ കറക്റ്റ് പേരൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയത്. അല്ലാണ്ട് ആരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ പറഞ്ഞൊന്നുമല്ല, ഞാൻ അത്രക്കാരിയല്ല. അങ്ങനെ എന്തായാലും അർക്കറിലെ ഷീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പൈസ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട്, അവരെ സ്നേഹിക്കുന്ന ആളുകളോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാലാമണി താത്ത അവരെ പരിഹസിച്ചുകൊണ്ട് അവരും അവരുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരും കൂടി ചേർന്നിട്ട് ഓരോ രൂപ വെച്ചിട്ട് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ശരിയാണല്ലോ, എൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് അങ്ങനെ അവർ ഭിക്ഷക്കാശ് കൊടുക്കുന്നത് പോലെ 1 രൂപ 2 രൂപ എന്ന് ഇട്ട് തരേണ്ടി വന്നില്ല. ഭാഗ്യം പോലെ ഞാൻ അർക്കറിലെ ഷീറ്റ് മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചതുമില്ല, പടം വരയ്ക്കാനും ഞാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അവർ 1 രൂപ തന്നില്ല. അതിലൊന്നും പരാതിയൊന്നുമില്ല, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ,
ഇടയ്ക്ക് വെച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർ എൻ്റെ പേരിൽ അവരുടെ കുഞ്ഞിനെ ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുപ്പാണല്ലോ പുള്ളിക്കാരത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ 1-2 വട്ടം പോയി കള്ളക്കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കള്ളക്കേസാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവികൾക്കും ബഹുമാനപ്പെട്ട കോടതിക്കൊക്കെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ മുന്നിലേക്ക് നടപടിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് അവർ വീണ്ടും പോകും കള്ളക്കേസ് കൊടുക്കാനായിട്ട്. അവർക്കൊക്കെ ഒരുപാട് സ്വാധീനമുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാനും ആളുകളുണ്ട്. ഈ പാവപ്പെട്ട നമുക്കാരുമില്ല. എന്തായാലും നമ്മൾ ആരെയും മനഃപൂർവ്വം ഒന്നിനും പോയിട്ടില്ല. അതുകൊണ്ട് ഏതിനും തെളിവാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നല്ല ഒന്നാന്തരം നെഞ്ചുറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനത് എവിടെയും തുറന്നു പറയും. അപ്പോൾ ഇനി എൻ്റെ പേരിൽ കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാനനഷ്ടത്തിന് കൂടി കേസ് കൊടുക്കും. അപ്പോൾ അതങ്ങ് പോവും. അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കുഞ്ഞുങ്ങളെ ഈ കേസിൻ്റെ സംഭവം പറയുന്ന സമയത്ത് ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ ഈ ഫോണ് ശബ്ദം കുറവാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ ഫോണിൽ ഞാൻ പ്ലേ ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാനത് റിപ്പീറ്റ് അടിച്ച് പറയും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവർ പറയുന്നൊരു വാക്കുണ്ട്. അതായത് ഇവരുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, മാനസികമായിട്ട് അവരെ വേദനിപ്പിച്ചു, അതിൻ്റെ പേരിൽ ഇവർ കേസ് കൊടുത്തു. കേസ് കൊടുത്ത സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് കേസ് കൊടുക്കാമെന്നാണ് ഇവർ വിചാരിച്ചത്. അപ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടായത്. കാരണം എന്തുകൊണ്ടാണ് അവരുടെ വിശാലമായ മനസ്സുകൊണ്ട് അവരത് വേണ്ട എന്ന് വെച്ച കാര്യം അവരിപ്പോൾ പറയും. അത് ഇന്നാ പിടിച്ചോ, നിങ്ങൾ കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഈ ജപ കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ സംഭവം പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അത് ചെയ്യാതിരുന്നത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീടിൻ്റെ അന്തരീക്ഷമൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ വെറും ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരു ആളാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട് കുഞ്ഞിനെയൊക്കെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടൊക്കെ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അവരത് വേണ്ട എന്ന് വെച്ചു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരത് വേണ്ട എന്ന് വെച്ചു. അപ്പോൾ അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ വെറുതെ വിട്ടതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ എൻ്റെ വീടിൻ്റെ ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ടാണെന്നാണ് അവർ പറയുന്നത്. കാരണം അവർ വലിയ പണക്കാരിയാണല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയത് കൊണ്ടാണ്. വളരെ നല്ല മനസ്സാണല്ലേ. ആയിക്കോട്ടെ, നല്ലത് തന്നെ. അപ്പോൾ എന്തായാലും എന്നോട് ദയവ് കാട്ടിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറൊരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുള്ളിക്കാരത്തി നമ്മുടെ ആരാണ് നമ്മുടെ പിന്നെ ബാലാമണി താത്ത നമ്മുടെ ബാലാമണി താത്ത ഇട്ട ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ രാധയ്ക്ക് അർക്കർലി പെയിൻറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ഈ പൈസ പൊതുജനങ്ങളോട് എരന്ന് ചോദിച്ചത്. അന്ന് ഈ പുള്ളിക്കാരത്തിക്ക് വീടൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, നല്ലൊരു വീട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു.
അന്ന് ഒന്നുമല്ലായിരുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു 100 ഫോട്ടോ തികയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നാട്ടുകാരുടെ മുന്നിൽ അന്ന് ഈ പുള്ളിക്കാരത്തി പിച്ച എടുത്തിരുന്നു. ആ ഭിക്ഷ എടുത്ത സംഭവങ്ങളൊക്കെ പുള്ളിക്കാരത്തി അങ്ങ് മറന്നുപോയി. പിന്നീട് അവർ തന്നെ ഒരു വീഡിയോയിൽ മുമ്പ് വന്നിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഉപ്പയ്ക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ളത് അവരെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് അവർ വരയ്ക്കുന്ന എന്താണ് കൃഷ്ണമണി ഇല്ലാത്ത കണ്ണനെ ഓരോരുത്തരും മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭ്യർത്ഥനയായിട്ടൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരങ്ങ് മറന്നുപോയി കേട്ടോ. ഇപ്പോൾ എന്തായാലും അവർ പുത്തകം പണക്കാരിയായില്ലേ, അതുകൊണ്ട് ഇപ്പോൾ അവർക്കതൊന്നും ഓർമ്മയില്ല. അമ്ലേഷ്യ വന്നു, അതെല്ലാം മാഞ്ഞുപോയി. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ മറവിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഡബിൾ മറവിയുള്ള ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൂടി കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഫോണിൽ ആ ഒരു വീഡിയോ കാണുന്നില്ല. അവരതെടുത്ത് ഇപ്പോൾ പ്രൈവറ്റ് ആക്കി എന്ന് തോന്നുന്നു. ആളുകളെല്ലാം കൂടി ഊക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതെടുത്ത് മിക്കവാറും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടാവും. എന്തോ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, സോറി. അതിനകത്ത് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അവരെ ഇവർ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുള്ളതാണ്. അവർക്ക് ക്യാൻസർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസറിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ അവർ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിനെ പറഞ്ഞിട്ട് അവരെ കുത്തുവാക്കുകൾ കൊണ്ട് നിരന്തരം വേദനിപ്പിക്കുമായിരുന്നു ഇവർ വീഡിയോയിലൂടെ നേരത്തെയൊക്കെ. അപ്പോൾ ഇവർ നമ്മുടെ പ്രിയ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ, പ്രിയയ്ക്ക് പടം വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അർക്കറിലെ പെയിൻറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നിങ്ങനെ പൊതുജനങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൈസ വെച്ചൊന്നും കൊടുക്കണ്ട, ഒരാൾക്ക് 1 രൂപ വെച്ച് തന്നെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 10 പേരാകുമ്പോൾ തന്നെ 10 രൂപയാവും. അതുപോലെ ഇങ്ങനെ ആളുകൾ കൂടുതൽ ആളുകൾ ഇടുന്നതനുസരിച്ച് ആർക്കും വലിയ ചെയ്തില്ലാത്ത ഉപകാരമല്ലേ 1 രൂപ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഒരു സോറി, ഞാൻ ഈ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, 1 രൂപ തരണം എന്നല്ല അവർ പറഞ്ഞത്, ആൾക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. സോറി, പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയതാട്ടോ, മിസ്റ്റേക്ക് വന്നതാണ്, ഐ എം വെരി സോറി. അപ്പോൾ ഇവർ പറഞ്ഞത്, പ്രിയ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർ വന്നിട്ട് ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ അങ്ങ് ഉണ്ടാക്കി. അതിനകത്ത് ഈ പറയുന്ന ബാലാമണി താത്തയും താത്തയുടെ സഹോദരനും സഹോദരൻ്റെ അമ്മയും കൂടി ഓരോ രൂപ വെച്ച് പിച്ച കാശ് കൊടുക്കുന്നത് കണക്ക് ഈ പറയുന്ന സ്ത്രീക്ക് ചിത്രരചനയ്ക്ക്, അതും ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരയ്ക്കാനുള്ള ആർഗറിലെ പെയിൻറ്റ് മേടിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. 1 രൂപ വെച്ചിട്ടാണ് കൊടുത്തത്. 3 രൂപ 3 പേര് ചേർന്ന് കൊടുത്തത്. ഒന്ന് ഓർത്ത് നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ആർക്കാർലി പെയിൻറ്റിന് വേണ്ടിയിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ കൂടെ ഇങ്ങനെ ഇരന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരങ്ങ് മറന്നു. മറ്റൊരാൾ ആർക്കാർലി പെയിൻറ്റിന് വേണ്ടിയിട്ട് ചോദിച്ച സമയത്ത് ഇതുപോലെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. എങ്ങനെ ഇരിക്കുന്നു? ഇതിനല്ലേ പറയുന്നത്, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന്. എന്തായാലും എനിക്ക് നേരെ ചൊവ്വേ ലെവൽ തെറ്റാതെ ഒരു വര വരയ്ക്കാൻ പോലും എനിക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാനും ഒരു കൈ നോക്കിയാനെ. കൃഷ്ണമണി ഇല്ലാത്ത കണ്ണനായതുകൊണ്ട് കൃഷ്ണമണി വരയ്ക്കുന്നതാണ് ഏറ്റവും പാടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ നോക്കുന്നത് അത്രയും അട്രാക്ഷൻ വരുന്നത്, ഒരു തിളക്കം, പടം വരയ്ക്കുന്നവരുടെ പടങ്ങൾ കണ്ടാലറിയാം ആ കണ്ണിനാണ് ഒരു എടുപ്പ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾക്ക് കൃഷ്ണമണി ഇല്ലാതെയും കൃഷ്ണനെ വരയ്ക്കാമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ, പക്ഷെ നേരെ ഒരു വര എനിക്ക് വരയ്ക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അർഗർലി പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കാശ്മീരിൽ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന ഒരു വിവേചനം ആരുടെ മനസ്സിലും ഉണ്ടാവരുത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, നമ്മളെല്ലാവരും ഒരമ്മ മക്കളാണെന്നുള്ള ഭാവത്തോടു കൂടി, ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുക. ജയ് ഹിന്ദ്.